ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. അപ്പം നമുക്ക് ഇന്നൊരു കപ്പ വേവിക്കാമെന്ന് വിചാരിച്ചു. കപ്പയും ഏത്തയ്ക്ക അதைയും വിചാരിച്ചൊന്ന് പുഴുങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരം ഉണ്ടല്ലോ, അപ്പം വിചാരിച്ചത് അങ്ങ് വേവിക്കാമെന്ന് വിചാരിച്ചു. അന്നേരം കുറച്ച് കപ്പയും ഇതിനകത്ത് ചേനയും ചെയ്യുമ്പോൾ ഇട്ടാലും ഒത്തിരി ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം വെന്തു. അന്നേരം നമുക്ക് അതിനകത്ത് കുറച്ച് കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കുറച്ച് ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. പിന്നെ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല വെണ്ണ പോലെ വീഴുന്നു, തിളച്ചപ്പോഴേ വെന്തു. നല്ല ടേസ്റ്റുള്ള നല്ല കപ്പ നന്നായിട്ടെല്ലാം കുഴഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ശകലം വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ്. ഒരര സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തു. പിന്നെ നമുക്കിത് കഴിക്കണ്ടേ, നല്ല വെണ്ണ പോലത്തെ കപ്പ. ആവശ്യത്തിന് നമുക്കൊന്ന് വിളമ്പാം അതിനകത്തോട്ട്. നല്ല ടേസ്റ്റുള്ള നല്ല കപ്പ. ഏത്തയ്ക്കയും കൂടി ഇട്ടുകൊണ്ടാണെന്ന് അറിഞ്ഞു നല്ല ടേസ്റ്റ്. പിന്നെ അതിനകത്ത് നമുക്ക് നല്ല ചൂരക്കറി, തലേ ദിവസം വെച്ച ചൂരക്കറി, എന്നാ ടേസ്റ്റാണ്. അതും കുറച്ച് അങ്ങോട്ട് ഇട്ടിട്ട് അതിന് വെള്ളം വരും. നല്ല ടേസ്റ്റാണ്, എന്നാ ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് ശകലം ചാറും കൂടി അങ്ങോട്ട് ഒഴിക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ കടുമാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ നല്ല കടുമാങ്ങ, ഒരു ടേസ്റ്റ്. ചക്കയും കപ്പയും ഇതിൻ്റെ കൂടെയൊക്കെ കടുമാങ്ങ കഴിക്കുമ്പോഴത്തേക്ക് എന്നാ ടേസ്റ്റാണെന്നല്ലോ. പിന്നെ നമുക്ക് കഴിക്കാം. കുറച്ചങ്ങോട്ട് കപ്പയും അങ്ങോട്ട് എടുത്തിട്ട് ഇത്തിരി മീൻ ചാറും ശകലം കടുമാങ്ങയൊക്കെ അങ്ങോട്ട് മുങ്ങിക്കി അങ്ങോട്ട് കഴിച്ചാൽ സ്വർഗ്ഗം. എൻ്റെ പൊന്നു, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് കഴിച്ച് തന്നെ അറിയണം. അത്രയ്ക്ക് ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം പിള്ളേരെ. പോയി കാച്ച് മന്തിയൊക്കെ മാറി നിൽക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്.